ഹായ് ഓൾ, ഇന്ന് എനിക്ക് 2 ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ സാരി ബ്ലൗസല്ല, വയസ്സായ അമ്മമാരൊക്കെ മുണ്ടിൻ്റെ കൂടെയൊക്കെ കൊടുക്കുന്ന ഇറക്കം ബ്ലൗസില്ലേ, അങ്ങനത്തെ 2 ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ 3 ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള തുണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം നമ്മുടെ സാരിയിൽ നിന്നൊക്കെ മുറിച്ചെടുക്കുന്ന ബ്ലൗസ് പീസായിരുന്നു. അപ്പോൾ അത് നമുക്ക് ലെങ്തിലുള്ള ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനുള്ള തുണി തികയില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരെണ്ണം മാറ്റി വെച്ചിട്ട് ബാക്കി 2 ബ്ലൗസാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് 2 നല്ല കോട്ടൺ മെറ്റീരിയലാണ്. നമുക്ക് അളവിനൊരു ഉടുപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെഷർമെൻറ്റൊക്കെ ഞാൻ ആദ്യം ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടാണ് ഇതിലോട്ട് വരച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. ബ്ലൗസ് മാത്രമല്ല, നമുക്കിപ്പോൾ ഏത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയാലും ഞാൻ അതിൻ്റെ അളവ് ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ഇതുപോലെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ട് മാത്രമേ മെറ്റീരിയലിൽ കട്ട് ചെയ്യാറുള്ളൂ. അപ്പോഴേ എനിക്കതിനുള്ളൊരു കോൺഫിഡൻസ് കിട്ടാറുള്ളൂ. ചിലപ്പോൾ ഞാൻ അതിൻ്റെ പാറ്റേണൊക്കെ വരച്ച് ഓരോ സ്ഥലത്തും വേണ്ട അളവൊക്കെ എഴുതി വെച്ചിട്ടായിരിക്കും കട്ട് ചെയ്തൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.